നമസ്കാരം. കോൺഗ്രസിന് ഇത് നല്ല കാലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നടന്ന എക്സിറ്റ് പോളുകളിലൊക്കെ എല്ലാ ദേശീയ മാധ്യമങ്ങളിലടക്കമുള്ള എക്സിറ്റ് പോളുകളിലൊക്കെ വലിയ നേട്ടമാണ് കോൺഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് BJPയുടെ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില നടപടികളൊക്കെ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ തിരിച്ചു വിളിക്കുകയാണ് ജനങ്ങൾ. അതിൻ്റെ വലിയ ഉദാഹരണങ്ങളൊക്കെയാണ് എക്സിറ്റ് പോളുകളൊക്കെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ വേണ്ടി ഇടയാകുന്നത്. പക്ഷേ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത് ഛത്തീസ്ഗഡും മധ്യപ്രദേശും ഒക്കെയാണ്. അതായത് നേരത്തെ BJP മധ്യപ്രദേശിന്റെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ BJP ആധിപത്യം എത്രയോ വർഷങ്ങളായി നിലനിർത്തുന്ന മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ ഒരു കടന്നുവരൽ ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോളുകൾ കാണിക്കുന്നത്. കാരണം ഇത്തരം BJPയെ വിശ്വസിച്ച് BJPയിലെ നടപടികൾ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കപ്പെടുമെന്ന് വിചാരിച്ച് BJPക്ക് വോട്ട് നൽകിയ പൊതുസമൂഹം അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ജനങ്ങൾ നേരെ തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങൾ എക്സിറ്റ് പോളുകളിലൂടെ കാണുമ്പോൾ ഇനി രാഹുൽ ഗാന്ധി എല്ലാം കൊണ്ടും ഭദ്രമാക്കിയിരിക്കുകയാണ് കോൺഗ്രസിനെ. കോൺഗ്രസ് സജ്ജരാണ്, കോൺഗ്രസ് എല്ലാം കൊണ്ടും സജ്ജരാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭോപ്പാലിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് മെഷീനുകൾ BJP നേതാവിന്റെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ മദ്യം കഴിച്ച് അവിടെ താമസിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അത് കൈയോട് പിടികൂടുകയും വലിയ രീതിയിലുള്ള ഒരു സന്ദേശം പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുകയും ചെയ്തതോടെ കോൺഗ്രസ് സജ്ജരാണ്. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് നേരിടാൻ അല്ലെങ്കിൽ കോൺഗ്രസ് എല്ലാം കൊണ്ടും BJPയെ ഒരു കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യഘട്ടങ്ങളിൽ ഈ വോട്ടിംഗ് മെഷീനുകളിലുള്ള തന്ത്രങ്ങള് കോൺഗ്രസ്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ എടുത്തു പറയേണ്ടത് എല്ലാം കൊണ്ടും സജ്ജരായി നിൽക്കുന്ന കോൺഗ്രസ് ഭയക്കേണ്ടത് വോട്ടിംഗ് മെഷീനെ തന്നെയാണ്. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കി, അതായത് BJPക്ക് എല്ലാ സ്ഥലങ്ങളിലെ കാര്യങ്ങളല്ല പറയുന്നത്, BJPക്ക് സ്വാധീനമുള്ള BJPയുടെ എല്ലാ തോതിലും BJPക്ക് അനുകൂലമായി നിൽക്കുന്ന കുറച്ചു സ്ഥലങ്ങളിൽ കുറച്ച് ഇടങ്ങളിലൊക്കെയാണ് BJP ഈ കാര്യം ചെയ്യുന്നത്. ആ ഇടങ്ങളിലൊക്കെ കൃത്യമായി പ്രതിപക്ഷം കൃത്യമായി ഇടപെടലുകൾ നടത്തി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുകളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതോടുകൂടി രാഷ്ട്രീയ കളികൾ, വോട്ടിംഗ് മെഷീനിലെ രാഷ്ട്രീയ കളികൾ അവിടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഇവിടെ വരാൻ വേണ്ടി സാധിക്കും. നോട്ട് നിരോധനമടക്കമുള്ള പദ്ധതികൾ സ്വാഭാവികമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേപോലെ ബാധിച്ചിരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെ തിരിച്ചു വിളിക്കുകയാണ് ജനങ്ങൾ എന്ന് വേണം എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ എടുത്ത് പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.